നമ്മൾ നാലാമതായി ഫാത്തിഹ നീ ഒന്ന് ഓതണം. 4 റക്അത്തെങ്കിലും അത് തുടരണം. മാറ്റി തിരിച്ചിട്ട് അക്ഷരം മറിക്കല്ലേ, മാറ്റം വരും തരം അർത്ഥവും വരുത്തല്ലേ. ഹറക്കാത്ത് സക്കനാത്തൊക്കെയും ശ്രദ്ധിക്കണേ, ഷദ്ദുള്ള ദിക്കിൽ ശ്രദ്ധയോടെയും ഓതണേ. ഇത് ഫാത്തിഹയിൽ പറഞ്ഞാണെങ്കിലും അത്തഹിയാത്തിലും ബാധകമാവും. അത്തഹിയാത്തിലും ബാധകമാണ്. കാരണം എന്താ, അത്തഹിയാത്ത് ഫർളാണോ സുന്നത്താണോ? ഫർളാണോ സുന്നത്താണോ? ഫർളാണ്. നിസ്കാരത്തിൽ 2 തരം സുന്നത്തുണ്ട്. നിസ്കാരത്തിൽ 2 സുന്നത്ത്. അബ്ആലു സുന്നത്തും ഉണ്ട്, ഹൈആത്ത് സുന്നത്തും ഉണ്ട്. ഓർമ്മ വേണം. ഏതൊക്കെ സുന്നത്താ? അബ്ആലു സുന്നത്തും ഹൈആത്ത് സുന്നത്തും. അബ്ആലു സുന്നത്തിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ 2 സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടും. ആ പ്രതിഫലത്തെ തിരിച്ചു കൊണ്ടുവരാം. അതേസമയം ഹൈആത്ത് സുന്നത്ത് നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടു, തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, തിരിച്ചു കൊണ്ടുവരാനും പാടില്ല. കാരണം ഫാത്തിഹ ഓതിയിട്ട് പിന്നെ ഓദിക്കുകയാണെങ്കിൽ വജ്ജഹത്ത് ഓതിയില്ലെന്ന് പറഞ്ഞ് പുറകോട്ട് പോകാൻ പാടില്ല. മനസ്സിലായോ പറഞ്ഞേ? കാരണം ഫാത്തിഹ എന്ന് പറയുന്നത് എന്താണ്? ഫർളാണ്. ഒരു ഫർള് നഷ്ടപ്പെട്ട നിസ്കാരം അപ്പോഴെന്തായി? നഷ്ടപ്പെട്ടു. പക്ഷെ ഒരു അബ്ആലു സുന്നത്തോ ഹൈആത്ത് സുന്നത്തോ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് നിസ്കാരം ബാത്തിലാവുമോ? ബാത്തിലാവത്തില്ല. അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നേ ഉള്ളൂ. പിന്നെയും ആ പ്രതിഫലത്തെ തിരിച്ചു കൊണ്ടുവരാൻ അബ്ആലു സുന്നത്തുകളുണ്ട്. 7 അബ്ആലു സുന്നത്തുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? 2 സുജൂദ് കൊണ്ട് പരിഹരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിനകത്തൊരു അക്ഷരം നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് വരും? നിസ്കാരം എന്തായി മാറും? ബാത്തിലാവും. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു. ഇവിടെ എന്തായി മാറി? ഈ അക്ഷരത്തെ നമ്മൾ നോക്കണം. ഈ അക്ഷരം എന്താണ്? നിങ്ങൾ തന്നെ പറയാം. എന്താണിത്? ശംസിയാണോ ഖമരിയാണോ? അവിടെ ഇവിടെ ഒറ്റയ്ക്ക് ഉച്ചരിക്കുകയാണെങ്കിൽ അസ്വലവാത്തു എന്ന് പറയും. ചേർത്ത് പറയുമ്പോൾ എന്തുവരും? അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു. എങ്ങനെ പറയും? എങ്ങനെ? അസ്വലവാത്തു. സ്വാദ് ഉച്ചരിക്കുമ്പോൾ എന്ത് വേണം? വാ നിറച്ചുച്ചരിക്കണം അല്ലേ? ശബ്ദുണ്ട്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു. ത്വയ്യിബാത്തു 4 പദങ്ങൾ അവിടെ വന്നു. എന്തൊക്കെയാ? അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു. അപ്പൊ ഇത് നമ്മളിപ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ അർപ്പിച്ച 4 കാര്യങ്ങളാണ് പറഞ്ഞത്.